വാ 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 എല്ലാരും ഗ്യാങ്സ് കേട്ടോ എല്ലാരും വാ വണ്ടി അത്തോട്ട് വണ്ടി അത്തോട്ട് എടാ എല്ലാരും എല്ലാരും അമൗണ്ട് ഫ്രണ്ട് ഇതിൽ കേറല്ലേ വെയിറ്റ് രായ രായ അവിടെ ആ വാ 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 ഇവിടെ വണ്ടി കൊണ്ടിട്ട് സേവ് ചെയ്യടാത്ത് രായ വാ രായ വാ ഞാനൊന്നല്ല എന്റെ ഒന്നല്ല രായ എവിടെ ഇത് ഡ്രസ് ഇട്ടില്ലേ രായ തിരുവനന്തപുരം സ്റ്റേറ്റിൽ ഒരു പ്രാർത്ഥന നടത്താം എന്തായാലും ഈ ഗ്യാങ്സിലോട്ട് കയറുമ്പോഴത്തേക്ക്. ഹലോ ഗൈസ്, എന്തിട്ട് പറഞ്ഞേ ഒരു പ്രാർത്ഥന നടത്തിക്കോന്ന് നമ്മള് ഗ്യാങ് ഹൗസിലോട്ട് ആദ്യം കയറാൻ എല്ലാ ഗ്യാങ് ഹൗസിലും നമ്മൾ കയറുമ്പോ നമ്മളെ ഒരു പ്രാർത്ഥന കാണുമല്ലോ. തവണ നിന്റെ തിരുവനന്തപുരം സ്റ്റൈലിലായിക്കോട്ടെ. ആ സെറ്റ്. ഓ എന്തരെന്ന് പറഞ്ഞ് തുടങ്ങണ പയലുകളെ അപ്പൊ എല്ലാരും വന്ന് കൂപ്പിട്ട് കൈയൊക്കെ നിർത്തുകയാണ്. എല്ലാരും കൈയിട്ടൊക്കെ കുമ്പിട്ടില്ലേ? വാ അപ്പൊ നമ്മളെ തുടങ്ങണം. അണ്ണാ തുടങ്ങട്ടല്ലേ? വാ അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ വീട്ടിലോട്ട് കയറുന്ന കഴിഞ്ഞ അവിടെ സ്ഥലത്തൊക്കെ ഉള്ള പല വേലത്തരൊന്നും കാണിച്ച് ഇറങ്ങി പോകാൻ വയ്യടേ. വീടും കൂരും എല്ലായിടത്തോട്ട് പോകാൻ വയ്യ. ഇവിടെ എന്തിനായിരുന്നാലും ഐശ്വര്യമായിട്ട് എല്ലാവരും കയറണം. നമ്മളെ നല്ല രീതിയിലൊക്കെ പോണം. എല്ലാവരും ഒട്ടിക്ക് പാഴി പ്രാർത്ഥിച്ചാണ്. തുനി അങ്ങ് മുക്കി പ്രാർത്ഥിര്. അപ്പൊ അണ്ണന്റെ വലത് കാലിൽ വെച്ചാണ് ഫ്രണ്ടിലോട്ടൊന്ന് കയറിയാണ്. പിന്നെ നമ്മളെ ഇന്നത്തെ ഇതിലില്ലാത്ത വാസു അണ്ണൻ, ജോക്കി അണ്ണൻ, പിന്നെ ചന്ദ്രൻ, ബാബു എല്ലാവരുടെയും മനസ്സിലൊന്ന് സ്മരിച്ചിട്ട് വലത് കാല് വെച്ച് കയറിയാണ് എല്ലാരും. എല്ലാവർക്കും ഓക്കെ അതല്ലേ എല്ലാവർക്കുമായിട്ട് അപ്പൊ പറയാനുള്ളത്, എല്ലാവർക്കും കൂടിയായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇത്രയും നാളും ഏതൊക്കെ സോറി സിറ്റിയിൽ പോയിട്ട് നമ്മളെ ഗ്യാങ് ഹൗസിൽ നിന്നിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ പോലും അതൊരു സന്തോഷത്തോടുള്ള ഇറക്കമായിരിക്കണം. ദൈവം ഇത് തമ്മിലടിച്ചും, പക്ഷെ തമ്മിലടിയല്ല, വേറെ ഗ്യാങ്ങുമായിട്ട് അടിച്ച് മറ്റേ ഇവിടെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തള്ളി വെളിയിലാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. അതിന് കാരണക്കാരാവാൻ ചാൻസ് ഉള്ളവർ പകുതി പേര് ഇവിടെ ഇല്ല. എങ്കിലും നിങ്ങളുടെ അടുത്ത് എല്ലാവരും കൂടി പറയാണ് അങ്ങനെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കരുത്. ആൻഡ് രണ്ടാമത്തെ കാര്യം, നമ്മളെ കളിയാക്കിയവരൊക്കെ ഉണ്ടല്ലോ കുറേ പേര്. നമ്മളെ അൺസ്റ്റോപ്പബിൾ എന്ന് പറഞ്ഞതിന് കളിയാക്കിയവരും മറ്റല്ലാത്ത പലതിനും കളിയാക്കിയവരും ഒക്കെ ഇപ്പൊ അവരൊക്കെ ഗ്യാങ് ഇല്ല. അങ്ങനെ പല ഗ്യാങ്ങുകളും ഇപ്പൊ ഇല്ല. അടി കൊണ്ടും അടിച്ചു പിരിഞ്ഞും പല രീതിയിലുമായിട്ട് പോയി. കിട്ടിയതെല്ലാം നമ്മള് സ്വന്തം പേരല്ലാതെ പല പേരിൽ വരുന്ന അന്ന് നമുക്ക് ഒരേ ഒരു പേരേ ഉള്ളൂ ടി വി. പക്ഷെ പലരും പല പല പേരുകളിലാണ് ഇവിടെ കളി. പലരും പല സ്ഥലത്തെത്തുമ്പോ പല പേരിലാവുന്നു. അപ്പം മുൻകൂട്ടി ബുക്ക് ചെയ്യാനും ചിലവര് ശ്രമിച്ചായിരുന്നു എന്നൊക്കെ കേട്ടിരുന്നു. അതെ പക്ഷെ അതിപ്പം അത് എത്രയൊക്കെ പറഞ്ഞാലും മനസ്സിലായില്ലടാ. മറ്റേ ചൈനീസ് സാധനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒറിജിനലിന്റെ അടുത്ത് എത്തുവോ? ഇല്ലല്ലോ. ചൈനീസ് ആയിട്ടല്ലേ എന്തെങ്കിലും പറഞ്ഞാലും മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അതിപ്പോ അങ്ങനത്തെ ചൈനീസ് സാധനങ്ങൾ നടക്കും, പക്ഷെ ഡിമാൻഡ് കാണൂല. അത് അങ്ങനെ തന്നെ ഇരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെ കാര്യം നോക്കുക, കേറുന്നു. നമ്മളെ വെക്കിട്ട് കയറാൻ വരുന്നവർ ഇവിടെയാണെങ്കിലും നമ്മളാരെയും ഒരുത്തനും നമ്മളെ തലയിൽ കയറ്റാൻ സമ്മതിക്കൂല. അത് നമ്മൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ആയിരിക്കും ഇവിടെ. ആർക്കും വേണ്ടി നമ്മൾ മാറത്തില്ല. നമ്മളെ രീതി എങ്ങനെയാണോ ആ രീതി തന്നെ നമ്മൾ മുമ്പോട്ട് പോകും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം അത് അകത്ത് വരുമ്പോ പറയാം. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മുമ്പായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും വല്ലതും പറയാനുണ്ടോ? പറഞ്ഞു. ഓക്കെ, അപ്പൊ പറച്ചില് വേണ്ട, അതാണ് ചെയ്ത്ത് മതി. അതാണ് അത് നമ്മൾ കാണിച്ചിട്ടുമുണ്ട്. ഇതുവരെയുള്ള എല്ലാം നമ്മൾ കാണിച്ചിട്ടുമുണ്ട്. അപ്പം ബാക്കി ഇങ്ങോട്ടും ഇനി അങ്ങനെ തന്നെ, അത്രേ ഉള്ളൂ. അപ്പം എല്ലാരും അങ്ങോട്ട് ഇടത് കാലി വെച്ച് കയറും. വലത് കാലൊക്കെ നമുക്ക് ഔട്ട് ഓഫ് ഫാഷൻ എടുക്കും. ഇടതുകാല് കുത്താനാണ് പറഞ്ഞത്, ഇടതുകാല് കിളത്തി കയറാനല്ലേ പറഞ്ഞത്. ഇതവൻ വേറെ പലതും കുത്തിയാണ് കയറിയത്. ഇതിപ്പോ എല്ലാം കുത്തിയാണ്. മൂന്നാം കാലം കുത്തി കളിക്കുന്നു. ഓക്സി എണിച്ചോ കണ്ട്. ഓക്സി വന്ന ഉടനെ ഐശ്വര്യ ഇതൊക്കെ മേടിച്ചു കാലിലൊക്കെ വീണിട്ട് അണ്ണ അനുഗ്രഹിക്കണേ. അപ്പൊ നമ്മുടെ
ഇനി ഇനി പറയാനുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഗ്യാങ് ഇവിടെ ആക്റ്റീവായ സ്ഥിതിക്ക് ഗ്യാങ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. നമ്മളെ കൂട്ടത്തിൽ കുറെ പേരും സിറ്റിയിൽ കയറാറില്ല. ഇത് ഇത്ര ദിവസം സിറ്റി ഇല്ലാന്നൊരു പേരിലായിരുന്നു പറഞ്ഞത്. ഇപ്പൊ സിറ്റി ആക്റ്റീവ് ആയിട്ടുണ്ട്, ഗ്യാങ് ആക്ടിവിറ്റി, ഗ്യാങ് അസറ്റ്സ് കിട്ടിയിട്ടുണ്ട്, ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാനുള്ള പെർമിഷനും കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ രണ്ട് രീതിയിൽ, സിറ്റിയുടെ അകത്തു നിന്നുള്ള പെർമിഷനും ഉണ്ട്, വെളിയിൽ നമ്മളെ സൈഡിൽ നിന്നുള്ള പെർമിഷനും ഉണ്ട്. അപ്പം നിങ്ങളേതായ രീതിയിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഇനി ചെയ്തു തുടങ്ങാം. അതിപ്പോൾ ഇൻക്ലൂഡിങ് ന്യായമുള്ള വള്ളികൾ ഉൾപ്പെടെ എല്ലാം ചെയ്തു തുടങ്ങാം. ഓക്കെ, വാറാണ് ഇനി സിറ്റിയിലെ ആദ്യത്തെ വാറ് നമുക്ക് അടിക്കേണ്ട ഒരു സാഹചര്യം വന്ന് നമ്മൾ അടിക്കാൻ റെഡിയാണ്. ഓക്കെ, അപ്പൊ അതിനുള്ള പെർമിഷൻ നമുക്കുണ്ട്. ന്യായം, ഒരു ബേസിക് ന്യായം വേണം. മറ്റേ വെറും ചെറും ചെറ്റ വണ്ടി എടുത്തോണ്ട് സ്നൈപ്പിന് ഡാൻസ് ഇവര് വന്ന സമയത്താണ് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് കുറച്ച് അന്യായമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. മറ്റേ അതാണോ? അത് നമ്മളെ ലിസ്റ്റിൽ നമ്മളെ ലിസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ട്. അത് നമ്മൾ മറക്കൂല, നമ്മള് മറക്കത്തില്ലല്ലോ. നമുക്ക് കൊടുത്ത ശീലമുള്ള ഇങ്ങോട്ട് ഇങ്ങനെ ഞോണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലായില്ലേ, അത് തിരിച്ച് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ടല്ലേ. അങ്ങനെയല്ലേ? അതാണ് ഈ ഗണ്ണില്ലാത്തപ്പോഴുള്ള ധൈര്യമൊക്കെ ഗണ്ണുള്ളപ്പോഴവന്മാർക്ക് കണ്ടാ മതി. അതെ അതെ അതെ, അതൊക്കെ മറ്റേ എല്ലാവർക്കും പറ്റുന്ന ചീപ്പ് പരിപാടികളല്ലേ, അത് മൈൻഡ് ചെയ്യണ്ട. അത് നമ്മൾ അത് ലിസ്റ്റിൽ കൂട്ടണ്ട, പക്ഷെ നമ്മളത് കൊടുക്കും, അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ, അതെ ഇപ്പം ഇനി രണ്ടാമത്തെ കാര്യം, സിറ്റിയിലെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മളൊക്കെ ഇപ്പൊ ദരിദ്രവാസികളിലും താഴത്തുള്ള ദരിദ്രവാസികളാണ്. കഴിഞ്ഞ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാങ് വണ്ടി മേടിക്കാനും മറ്റേ ഗ്യാങ്ങിന്റെ ട്രക്ക് മേടിക്കാനും പൈസ ഇല്ലാത്ത രായ ഹിറ്റ്മാന്റെ മറ്റേ തൊട മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് 12 കോടി മേടിച്ചത്. ഞാൻ സർബത്തിന്റെ ഷൂ മറ്റേ പോളിഷും ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് എനിക്ക് 20 കോടി വന്നത്. അത് രണ്ടും കൂടി കൊടുത്താണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞെളിഞ്ഞിരുന്ന് പോണ ഗ്യാങ് വണ്ടിയും മറ്റേ സാധനം വിൽക്കുന്ന ട്രക്കും മേടിച്ചത്, സത്യം പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് നമ്മള് വേറെ ഒരു വഴിയുമില്ല, നിവൃത്തികേട് കൊണ്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ആരും ഇവിടെ ഒന്നും തരത്തില്ല. മറ്റേ സിറ്റിയിലേക്ക് പോലെ ആരെങ്കിലും വല്ലതും തരുമെന്ന് വിചാരിച്ചിട്ടൊന്നും തന്നില്ല. എനിക്ക് ആകെ ഒരു പയ്യൻ മാത്രം കുറച്ച് ജോയിന്റ് കൊണ്ട് തന്നു. അതല്ലാതെ ഒരുത്തരും ആകെയുള്ള സമ്പാദ്യതയാണ്, ഇനി വേറെ ഒന്നും ഇതിന്റെ ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങണം. അപ്പം ഗ്രൈൻഡിങ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് തുടങ്ങി. ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? ഇന്നത്തെ ഡേറ്റ് ഫെബ്രുവരി 10 കൂട്ടിക്കോ, 9 കൂട്ടണ്ട, 10 തൊട്ട് രായ എത്ര 3 ആഴ്ച ടൈം കൊടുത്താൽ പോരെ രായ? അപ്പൊ അടുത്ത മാസം, ഓക്കെ, അടുത്ത മാസം 3, 4, ഓക്കെ, അടുത്ത ദിവസം 5-ാം തീയതി വരെ ഉണ്ട്. 25 ദിവസം ടൈമുണ്ട്. അടുത്ത മാസം 5-ാം തീയതി നിങ്ങളെല്ലാവരും 50 കോടി വെച്ച് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരിക. ഇവിടുത്തെ 50 കോടി എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്, വലിയ പാടുള്ളതല്ല, മനസ്സിലായോ? ഇവിടുത്തെ 50 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഇവിടെ 1 കോടി 2 കോടിയൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അറിഞ്ഞത്. എന്തായാലും 1 കോടി ഇവിടെ 1 മണിക്കൂർ മിനിമം ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പം 50 കോടി നിങ്ങൾ ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വരിക. അതേപോലെ മറ്റേ ഇതിന്റെ പേര് എത്ര ഇവിടത്തെ ഇതൊക്കെ ജോയിന്റും, അപ്പൊ അത് രണ്ടും അവരവരുടെ ആവശ്യത്തിനായിട്ട് മിനിമം ഒരു 100 എണ്ണം വെച്ച് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വരിക. 100 വെച്ച് അത്രേ പറയും. കാരണം അത് വേണ്ടി വരും, മനസ്സിലാവും. കാരണം ആരെങ്കിലും സാധനം ഇല്ല, ഇപ്പൊ തരാൻ പോലും നിങ്ങൾക്ക് ഇപ്പൊ വേണമെന്ന് വെച്ചാൽ ഗ്യാങ്സിൽ പോലും ഇരിപ്പില്ല. കഴിഞ്ഞ വെച്ചാൽ അവിടെ ഗ്രൈൻഡ് ചെയ്തത് 30,000 അവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പൊ സ്വർഗരാത്തി സിറ്റുവേഷൻ 100 എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ടാർഗറ്റ് തരും. അതല്ല കുറച്ച് എമൗണ്ടിൽ ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിന്റെ പാട് മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറെ നാളത്തേക്ക് യൂസ് ചെയ്യാം. എന്തുവേണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ? 50 ലക്ഷം 50 ലക്ഷം ബ്ലാക്ക് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ബ്ലാക്ക് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലേലം വിളിയൊക്കെ വരുന്ന ഫുള്ള് ബ്ലാക്ക് ആണ് വരുന്നത്. അപ്പൊ ബ്ലാക്ക് മതി. ഓക്കെ, വൈറ്റ് വേണ്ട. വൈറ്റ് നിങ്ങൾ അതാ ഞാൻ പറഞ്ഞ ഞാൻ നമ്മൾ 25-ാം തീയതിയുടെ അകത്ത് 50 ലക്ഷം 50 കോടിയാണ്. ഇല്ല, ബ്ലാക്ക് പറ്റും. ബ്ലാക്കിന് ഒരു മണിക്കൂർ 1 കോടി ഒരാഴ്ച വിത്തിന് ഒരാഴ്ചക്ക് അത് നിങ്ങൾക്ക് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അത് നിങ്ങൾ അല്ലാണ്ട് ചോദിച്ചാൽ മതി, അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതേപോലെ ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ റോബറി ചെയ്തതിന്റെ കൂട്ടത്തിൽ ഇപ്പം അല്ല എന്താണേലും ഇത് ചെയ്ത് ഈ ഗ്രൈൻഡിങ്ങിന്റെ കൂട്ടത്തിൽ നമ്മളെ ഗൺസ് ഉണ്ടല്ലോ, നമ്മുടെ ഗണ്ണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗണ്ണിന് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു 30-40 റീലോഡ് മാക്സിമം ചെയ്യാനേ ഉള്ള ഇതേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഗണ്ണിന്റെ ഡ്യൂറബിലിറ്റി തീരും.
അത് കഴിയുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു മിനിമം നിങ്ങളെ കയ്യിൽ ഒരു 3-4 ഗണ്ണ് എപ്പോഴും ബാക്കപ്പ് ആയിട്ട് വെച്ചേക്കണം. അപ്പൊ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അതിന്റെ സാധനങ്ങൾ കിട്ടണമെങ്കിൽ ഇവിടെ ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ വേണ്ട ഐറ്റംസ് ഓൾറെഡി ഒന്ന് കാണിച്ചു തന്നായിരുന്നല്ലോ നിങ്ങൾക്ക്. സ്റ്റീൽ റോഡ് അങ്ങനത്തെ 5 ഐറ്റം ഉണ്ട്. അത് എന്ത് ടീമിന് കിട്ടുന്ന ഏതൊക്കെ റോബറിയാണ്? അത് റോബറിന്റെ പേര് എയർക്രാഫ്റ്റ് ആണോ? അതും പിന്നെ ഒരു 2 റോബറി ഇല്ലേ? വേറെ റോബറി കൂടെ ഉണ്ടല്ലോ. എയർക്രാഫ്റ്റും പിന്നെ ഒരു വേറൊരു റോബർ ഉണ്ട്, അതിന്റെ അകത്താണ് മറ്റേ ബ്ലൂ ഇത് കിട്ടുന്നത്. അതായത് കാർബന്റെ ബ്ലൂ പ്രിന്റ് കിട്ടുന്നത് വേറൊരു റോബറിയിലാണ്. അത് ഞാൻ പേര് നോക്കിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പൊ ആ റോബറി നിങ്ങൾ എത്ര കണ്ണുണ്ടാക്കാണ്? അതായത് ഒരു റോബറിക്ക് 6 ഗൺ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ആണ് കിട്ടുന്നത്. അപ്പൊ അത് നിങ്ങൾ ഇടയ്ക്ക് ചെയ്തിരുന്നാൽ മതി, മനസ്സിലായോ? ഒരു ഇടയ്ക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് ഡെയിലി വന്നിട്ട് ഒരു 4 പേര് ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് ഒരു ഡെയിലി ഒരു റോബറി അടിക്കാം. മനസ്സിലായി. ഫ്രീ ആയിട്ട് നിങ്ങൾ എല്ലാവരും എപ്പോഴും ആരെങ്കിലും ഒക്കെ കാണല്ലോ, ഒന്ന് പോയി നിങ്ങൾ പോയി പയ്യ റോബറൊക്കെ അടിക്കുക. ആൻഡ് അത് കൂടി ഒന്ന് ബാലൻസ് ചെയ്തോണ്ട് പോവുക. ഓക്കെ, അതിന്റെ ടൂൾസ് കൊണ്ടുവന്നിട്ട് ഇവിടത്തെ എന്റെ കയ്യിൽ എടാ ഈ കഴിവേറി ഇവിടെ ഈ ഡിസ്കോഡ് ഇരിക്കാതെ വെളി അവിടെ സിറ്റി ഇരിക്കുകയാണ് കേട്ടോ. ഈ മൈൽസ് ഒന്നും കേൾക്കുന്നില്ല എന്ന്. കണ്ണ് മുകളിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു കഴിവേറി. അഭിനയിക്കുന്ന ഇതിനൊക്കെ ഇവനെ DC-യിലെ മറ്റേ കിടിലം പ്ലെയർ എന്ന് പറഞ്ഞവര് കൊണ്ടുകിടന്ന ആദ്യം മറ്റേ അല്ലല്ല നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഒരു DC ഇല്ലായിരുന്നു. ആ DC അന്നത്തെ കിടിലം പ്ലെയർ ആയിരുന്നു, കോച്ചിന്റെ ശിഷ്യരായിരുന്നു ഇവൻ. എടാ ഇതാണ് 2ാമത്തെ കേസ്. ഓക്കെ, അപ്പൊ ഈ 50 CR പിന്നെ അതുപോലെ ഈ 50 CR ബ്ലാക്കും ഈ സാധനവും ഈ ക്രാഫ്റ്റ് ചെയ്യാത്ത മെറ്റീരിയൽസും കൂടി റോബർ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരുമിച്ച് പോയി ക്രാഫ്റ്റ് ചെയ്യാം, അത് സീനില്ല. ഇത് രണ്ടും 5-ാം തീയതി. ഓക്കെ, മാർച്ച് 5. ഒരെണ്ണത്തിന് ഒരു ബ്ലൂ പ്രിന്റിന് ഒരു ഗണ്ണെന്നാണ്. അപ്പൊ നമ്മൾ ഈ സാധനങ്ങൾ എടുത്തോണ്ട് വന്നിട്ട് ബ്ലൂ പ്രിന്റ് ഇല്ലെങ്കിൽ പണിയാൻ പറ്റും. ഒരു ചെയ്യണമ്പോ ഒരെണ്ണേ കിട്ടത്തുള്ളൂ. അല്ല, ആ റോബറിക്ക് എത്ര കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് നോക്കിയാൽ അറിയാം. ഇനിതാ ഇപ്പം നിങ്ങളൊക്കെ ഗ്രൂപ്പൊക്കെ കാണുന്നുണ്ടായിരിക്കും ഇപ്പോഴും നടക്കുന്നതല്ലേ. അതുകൊണ്ട് എല്ലായിടത്തും പറയാണ്, ആ കഴിവതും ആക്റ്റീവ് ആയിരിക്കുക. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഡയറക്റ്റ് വെളിയിൽ കളയാനാണ് ചാൻസ്. ബെഞ്ചിൽ പോലും ഇടാൻ ചാൻസ് വളരെ അധികം കുറവാണ്. അതുകൊണ്ട് സ്പോട്ട് കിക്കാണ്. പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ പോയി ഫ്രീ ആകുമ്പോഴായിരിക്കും പിന്നെ ഒരു സ്ലോട്ട് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് എല്ലാരും അതെ ഹോജി എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആരും തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉറപ്പില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പോകുന്നത്. അല്ല, അത് തീരുമാനമാവും, ഉടനെ തീരുമാനമാവും കെവിന്റെ കാര്യം. അത് ഫിൽട്ടർ ഇവിടെ ഫിൽട്ടർ വേണ്ടെന്നാണ് ഇപ്പൊ പുതിയൊരു റിപ്പോർട്ട് കിട്ടിയത് ഗ്യാങ്ങിന്. ഇനി ഫിൽട്ടർ അയച്ചൽ റോള് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അല്ല, നീ ഫിൽട്ടർ ഏതുള്ളൊരു പേര് ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്നില്ലല്ലോടാ. സിറ്റുവേഷനിൽ നമ്മള് പറയാ ഫിൽട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ഇവിടത്തെ മറ്റേ മീറ്റിംഗിൽ പോലും ഫിൽട്ടർ അയച്ചില്ലെന്ന് സ്വന്തത്തിൽ പറഞ്ഞവനല്ലേ അവൻ. സ്റ്റോറി അതിന്റെ പേരിൽ മറ്റേ കണ്ടവരെ കൊണ്ട് ഗോജോ മൈരനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നു. ഇതൊക്കെയാണ് അവന്റെ ജോലി. അവന്റെ കുറെ സിഗിടിയുണ്ട്. ഗോജോ മൈരൻ ഉറക്കം വിട്ടില്ലെന്ന് അറിഞ്ഞു. സത്യം, അവനെ ഉറക്കിയില്ല. അവന് ഇരുന്ന് ഇരിപ്പ് ഇടിപ്പിച്ച് അപ്പൊ തന്നെ ഇടിപ്പിച്ചു. രാവിലെ ആയപ്പോഴത്തേക്ക് നമുക്ക് എന്നെ ടാഗ് ചെയ്തിരിക്കുന്നു. എന്തിനു പറയാൻ, ഇതൊക്കെയാണ് അവസ്ഥകൾ. അപ്പൊ അതുകൂടി ഓർക്കുക എല്ലാവരും. അത് ഓർത്തിട്ട് എല്ലാവരും സിറ്റിയിൽ ആക്റ്റീവായിട്ടിരിക്കുക. പിന്നെ എല്ലാവരും ഗൺ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് കുറേ നാളായതുകൊണ്ട് ഒന്ന് KKPPയോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇഷ്ടമുള്ള സെർവറിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി ഒന്ന് അതും കൂടി ഒന്ന് ഇതാക്കി വയ്ക്കുക. സിറ്റുവേഷനിൽ മാക്സിമം കളിക്കുന്നവർ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ദൈവമേ ഇത്രയും പറഞ്ഞു തീർക്കാനുള്ള സമയം തന്നതിന് നന്ദി. 5 മിനിറ്റ് ഇനി 5 മിനിറ്റ് നമ്മളെ റീസ്റ്റാർട്ട് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് കാണിച്ചു തരാം. ഗ്യാങ്സിന്റെ അകത്ത് എങ്ങനെ നിങ്ങൾക്ക് അതായത് പണി എടുക്കാതെ പക്ഷെ കേറിയാലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതായത് സിറ്റിയിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കണം. അത് ബ്രിക്സിന്റെ മാത്രം എത്ര പേർക്ക് ഓണം ചെയ്യാം. സ്റ്റീലിംഗിന്റെ മാറ്റോട് സീലിംഗിന്റെ ആണ് കുറച്ച് ഡിമാൻഡ് ഉള്ളത്. ബാക്കി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാം. നമ്മുടെ കോർഡിനേറ്റർ എത്തിയിട്ടുണ്ട്, നമ്മുടെ ചന്ദ്രബോസ് എത്തിയിട്ടുണ്ട്. വളരെ വൈകിയാണെങ്കിലും നമുക്ക് ഇട്ടാരാണ് 5 മിനിറ്റ്. എടാ ഡിസ്കോഡ് ഇവിടെ സിറ്റി സംസാരം റോള് വേണം. അത് തന്നെ, ആ റോള് ഞാൻ വന്നിട്ട് എല്ലാവർക്കും തരാം. കാരണം എനിക്കാണ് അതിന്റെ പെർമിഷൻസ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാവർക്കും റോൾ ഇട്ട് തരാം. ജോക്കി ആയിട്ടില്ല. ജോക്കി വെൽക്കം ടു ശ്രീ ജോക്കി.
എടാ അപ്പം ചന്ദ്ര ചന്ദ്ര വന്നിട്ടല്ലേ എന്ന് പറയുമ്പോൾ പറയാം. ഓക്കെ, അപ്പം ഇതാണ് കാര്യങ്ങള്. ഇനി നിങ്ങൾക്ക് ലാസ്റ്റത്തെ 3 മിനിറ്റ് നിങ്ങളുടെ മെമ്പേഴ്സിന് വേണ്ടി വിട്ടു തന്നേക്കുന്നു. സർവർ സ്റ്റാർട്ടിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം, വല്ല ഉണ്ടെങ്കിൽ. ആ റോഡ് കൊടുത്താ കൊള്ളായിരുന്നു അമ്മ പണിയെടുത്താൽ. എന്ത് അത് അടിച്ചു പോയിട്ട് വരുമ്പോ ഞാൻ തരാം. ഗ്യാങ് റോളാ? വരുമ്പോ തരാം. അല്ല മറ്റേ ജോബ് പണിയോള അത് ഞാൻ ഇട്ടുതരാം. പിന്നെ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും വല്ല പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. പണീനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. 50 കോടി ബ്ലാക്ക്. വൈറ്റ് ഗ്രൈൻഡിങ് വേണം. വൈറ്റ് ഗ്രൈൻഡിങ്ങിന് പറ്റിയതെന്ന് പറഞ്ഞാൽ ട്രക്കാണ്. അത് കുറച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഞാൻ ട്രക്കിന് ബ്ലാക്കിനാണെന്ന് തോന്നുന്നു. ബ്ലാക്കിനാണോ? എടാ ഞാൻ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞുതരാം. ബ്ലാക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് കൺവേർട്ട് ചെയ്ത് വൈറ്റ് ആക്കുക, എന്നിട്ട് ട്രക്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അല്ല ഈ ബ്ലാക്ക് നമുക്ക് സിറ്റിസൺസിനൊന്നും ഗ്രൈൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ബ്ലാക്ക് ഗ്രൈൻഡ് ചെയ്യാം പല വഴി. 1 മണിക്കൂറിൽ 1.5 കോടിയൊക്കെ ഉണ്ടാക്കാം. വൈറ്റ് അല്ലേ? 1.5 കോടി. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് ഇപ്പൊ വൈറ്റ് ചെയ്ത് ബ്ലാക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെ ഉണ്ടെങ്കിലും ചെയ്തോ. മനസ്സിലായോ? സമയമാകുമ്പോ ഒരു 50 CR കാണും, അത്രേ ഉള്ളൂ. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എളുപ്പത്തിന് നിങ്ങൾ ചെയ്തോ, അത് സീനില്ല. ഈ കുരുമരിച്ച് വന്ന അവിടെ വീസിയില് വന്നോ? നീ ഒരു പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണ്. അരമണിക്കൂറായിട്ട് ഇത്രയും പേര് അനങ്ങാതെ ഇരുന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിനക്കൊരു സംശയം അടിച്ചിട്ട് ഒരു നോർമൽ ബുദ്ധിയുള്ള ഒരാൾ സംശയം അടിക്കുമ്പോൾ VC ഒന്നും നോക്കൂലേ? അരമണിക്കൂറായിട്ടാണ് മറ്റേ മെസ്സേജ് ഇടുന്നത്, കേൾക്കുന്നില്ല. കൂടെ ഇരുന്നാ പിന്നെ എങ്ങനെ നീ ശ്രദ്ധിക്കും? സരക്കണ്ണ അണ്ണാ ഗ്രൈൻഡിങ്ങിന്റെ കേസില് എനിക്ക് അതായത് 20-ാം തീയതി തൊട്ട് എക്സാം. അപ്പൊ അതിന് മുന്നേ കുറെ സബ്മിഷൻ ചെയ്യാനുണ്ട്, അസൈൻമെന്റ്. അപ്പൊ എനിക്ക് പറ്റണത് ഞാൻ തന്നാ മതിയോ? എനിക്ക് ഈ പ്രാവശ്യം അടുത്ത പ്രാവശ്യം ഞാൻ അതിന്റെ ഇരട്ടി തരാം. നിന്റെ ഇതെന്നാണ് എക്സാം എന്നാണ്? എനിക്ക് 20-ാം തീയതി തുടങ്ങുക. എന്നിട്ട് എന്ന് തീരും? അത് ചെറിയൊരു എക്സാം ആണ്. അതിന്റെ ഒപ്പം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ ടൈം പറ, എത്ര ദിവസത്തേക്ക്? 4 ദിവസം അടുപ്പിച്ച് എക്സാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു 5-ാം തീയതി വരെ ആയിരിക്കും നിനക്ക് എക്സാം. ഫെബ്രുവരി തീരുന്ന എക്സാം കാണും. ഓക്കെ അല്ലേ? അപ്പൊ നീ ഒരു മാർച്ച് 15 ആകുമ്പത്തേക്ക് തന്നായി. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ണാപ്പിക്കും ബോബോയ്ക്കും ഇല്ലല്ലോ, അത് പറഞ്ഞിട്ടുണ്ട്. അത് ഇനി അമ്മ ഇടത്തില്ല, അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എടാ ചന്ദ്ര, ഇത് 50 CR ആണ് കൊടുത്തത് കേട്ടാ. 3 ആഴ്ച ടൈം കൊടുത്തിട്ടുണ്ട്. 50 CR പിന്നെ 100 മറ്റേ ഹീലിങ്സ് രണ്ടും അതും കൂടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം. അപ്പം നമ്മൾ രണ്ടും കൂടി എല്ലാം കൂടി നടക്കൂല, മനസ്സിലായ? ഈ സിറ്റുവേഷനും അതും എല്ലാം കൂടി. അപ്പം അത് മതി. എന്നിട്ട് നമുക്ക് നോക്കാം ഇത്ര ടൈം എടുത്തു നോക്കിയിട്ട് അടുത്ത വട്ടം നമുക്കത് അനുസരിച്ച് ചെയ്യാം. ചന്ദ്രയെല്ലാം പറഞ്ഞു. ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. റീസ്റ്റാർട്ട് ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ഉണ്ട്. ഞാൻ കത്തിയല്ലോ, റീസ്റ്റാർട്ട് ആയല്ലോ. അവിടെ ആരെല്ലാം ഒന്ന് അനങ്ങിയാണ്, ജസ്റ്റ് ഒന്ന് അനങ്ങിയാണ് ഇവിടെ നോക്കട്ടെ. എല്ലാരും അയ്യോ എത്ര സ്കൂള് വിരിച്ചു വിട്ടവരെല്ലാം കൂടി ഒറ്റയടിക്ക് ഇറങ്ങി ഓടുന്നു. വലിയ പടില്ലെന്ന് തോന്നാട്ടാ. പിടിച്ചേട്ടാ കൂട്ടത്തിലെ പിടിച്ച് വലിയ അവിടെ ഹെഡ്സെറ്റ് വെക്കാൻ ഇരിക്കുകയല്ല കേട്ടാ. കഥയൊക്കെ പറഞ്ഞത് ഈകളോ അതാ ചാറ്റില് ചോദിക്കാൻ പറഞ്ഞ ആർക്കെങ്കിലും ആണോ? 3 മിനിറ്റോടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് 3 മിനിറ്റ്.